ഹായ് അസ്സലാമു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാവയ്ക്ക അച്ചാറാണ് കേട്ടോ. കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് പാവയ്ക്ക ഞാൻ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്പ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് പാവയ്ക്കയുടെ എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എത്ര നേരം വെക്കുന്നോ അത്രത്തോളം പാവയ്ക്കയുടെ കയ്പ്പ് പോയി കിട്ടുന്നതായിരിക്കും. എന്നിട്ട് 3 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ പാവയ്ക്ക നല്ല രീതിയിൽ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആ കയ്പ്പ് വെള്ളം നല്ല രീതിയിൽ കളയുന്നുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കയ്പ്പ് വെള്ളമാണ്, അത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു അരിപ്പയിലേക്കാണ് പാവയ്ക്ക വെച്ച് കൊടുത്തിട്ടുള്ളത്. വേറെ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ ഊറിപ്പോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ പാവയ്ക്കയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടിൽ കിട്ടിയാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പി വീഡിയോസ് വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ പാവയ്ക്കയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വേറൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ചീനിച്ചട്ടി ഇറക്കിയ ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ചൂടൊക്കെ മാറിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഏകദേശം 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട്. പച്ച ചൊവയൊക്കെ മാറുന്നിടം വരെ അതിൽ നിന്നൊരു മണമൊക്കെ വരുന്നിടം വരെ നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 3 സ്പൂൺ വാളംപുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കുന്നുണ്ട്. അതേപോലെ 1 സ്പൂൺ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനി ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക ഇട്ട് അരപ്പ് എല്ലായിടം പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വിനാഗിരി പാവയ്ക്കകത്തുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ ഉപ്പും പുളിയും കയ്പും മധുരവും എല്ലാം ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത്. താങ്ക് യു, ബൈ.